Welcome back to Medium once again. And I'm Dr. Shiva Harikrishnan. She's a consultant obstetrician and laparoscopic surgeon, head of department and gynecology, Medeor Hospital, Burjeel Group. Doctor, break session. Caller. Hello. Good afternoon. Very good afternoon. Medeor swagath. Hello. My name is Sherin. Okay. Choichulu. Doctor choichulu. Sherin Doctor, one ectopic eye, laparoscopic surgery again, chances repeat ectopic pregnancy pregnancy in the tube ectopic pregnancy അപ്പോൾ അതിലെ സർജറി എന്ത് സർജറിയാണ് ചെയ്തതെന്നുള്ളതാണ്. ഷെറിന് എന്താ സർജറി ചെയ്തേക്കണേ? എക്ടോപിക് മാത്രം എടുക്കുകയാണോ ചെയ്തത് അതോ ട്യൂബും കൂടെ റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എക്ടോപിക് മാത്രം എടുക്കുകയാണ്. എക്ടോപിക് മാത്രം എടുക്കുകയാണെങ്കിൽ ചാൻസസ് ഓഫ് റിപ്പീറ്റ് എക്ടോപിക് ഇൻ ദ സെയിം ട്യൂബ് ഇസ് അറൌണ്ട് 20 to 30%. പിന്നെ പ്രഗ്നന്റ് ആവാം, എന്താണെങ്കിലും പ്രഗ്നന്റ് ആവാം. അടുത്ത മറ്റേ ട്യൂബും ഉണ്ടല്ലോ ഹെൽത്തി ആയിട്ടുള്ളതും. ഈ ട്യൂബിൽ തന്നെ പ്രഗ്നൻസി ആവാം. പക്ഷെ പ്രഗ്നൻസി ആയാലും ഈ ട്യൂബ് വെച്ച് തന്നെ പ്രഗ്നൻസി ആവാം. പക്ഷെ എന്നാലും 20 to 30% ഓഫ് ദ പ്രഗ്നൻസി ക്യാൻ കം ഇൻ ദ സെയിം ട്യൂബ്. ആ ട്യൂബിൽ തന്നെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത ട്യൂബിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ സാധാരണ എക്ടോപിക് പ്രഗ്നൻസി ട്രീറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും ഇങ്ങനെ റിപ്പീറ്റ് എക്ടോപിക് ഉണ്ട്, ട്യൂബ് വെച്ച് കഴിഞ്ഞാൽ എക്ടോപിക് മാത്രം റിമൂവ് ചെയ്ത് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് എക്ടോപിക് മാത്രം സക്ക് ചെയ്തെടുക്കും. എന്നിട്ട് ട്യൂബിനെ അവിടെ വിട്ടിട്ട് വരികയാണെങ്കിൽ ചാൻസസ് ഓഫ് എക്ടോപിക് ഇൻ ദ നെക്സ്റ്റ് പ്രഗ്നൻസി അറൌണ്ട് 20 to 30% ചാൻസ് ഉണ്ട്. ഡോക്ടർ, ഞാൻ നാട്ടിൽ പോയിട്ട് ഡോക്ടറെ കണ്ടപ്പോഴാണെങ്കിൽ എന്നോട് പറഞ്ഞ അവിടുത്തെ ഡോക്ടർ ആകുമ്പോൾ വേറെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെന്ന് വെക്കുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കാം, ലൈക്ക് ഒരു IVF, റൈറ്റ്? IVF ആക്ച്വലി IVF അങ്ങനെ വേഗം എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. മറ്റു ട്യൂബ് നോർമലാണ്, മറ്റു ട്യൂബ് ഹെൽത്തി ആണെങ്കിൽ യു ക്യാൻ ഹാവ് നോർമൽ പ്രഗ്നൻസി. ആൻഡ് ഓൾസോ ഈ ട്യൂബ് കൊണ്ട് ഉണ്ടാവുന്ന ഈ ട്യൂബ് നമ്മൾ എക്ടോപിക്കുള്ള ട്യൂബ് വിട്ടിട്ട് വരുന്നതുകൊണ്ടുള്ള ദോഷം 20 to 30% ചാൻസസ് മാത്രമേ ഉള്ളൂ എക്ടോപിക്ക് വരാമെന്നുള്ളത്. ബാക്കി 70% നമുക്ക് നോർമൽ ആയിട്ടുള്ള പ്രഗ്നൻസി തന്നെ വരാം. അതുകൊണ്ട് അത് ഒരു IVF-ന്റെ ആവശ്യമില്ല. രണ്ട് ട്യൂബിനും കേടാണ്. രണ്ട് ട്യൂബും എക്ടോപിക് കൊണ്ട് എടുത്ത് കളയേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. രണ്ട് ട്യൂബിനും കേടാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ രണ്ട് ട്യൂബും ആബ്സെന്റ് ആണെങ്കിൽ മാത്രം നമ്മൾ IVF ചെയ്താൽ മതി. ഡോക്ടർ, അപ്പൊ നമ്മൾ ഇത് ഇനിയൊരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ആവാം, പ്രഗ്നൻസി ട്രൈ ചെയ്യാം. പക്ഷെ വളരെ പ്രഗ്നൻസി ആവുമ്പോൾ തന്നെ ഡോക്ടറിനെ സമീപിക്കണം. കാരണം എക്ടോപിക്കിന്റെ ചാൻസ് ഞാൻ പറഞ്ഞതുപോലെ ട്യൂബ് അവിടെ വെച്ചിട്ട് എക്ടോപിക് മാത്രം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30% ചാൻസ് ഓഫ് എക്ടോപിക് ഉണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ പ്രഗ്നൻസി പീരീഡ് മിസ് ചെയ്യുമ്പോൾ തന്നെ പ്രഗ്നൻസി നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ആദ്യമേ കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യണം. Okay, doctor. Thanks. Okay, thank you for calling. Bye-bye. Okay, ectopic pregnancy doctor on tube undeങ്കിൽ chances are more like 20 to 30% chances ഉണ്ട് വീണ്ടും ectopic. അങ്ങനെയാണെങ്കിൽ ട്യൂബ് എടുത്ത് കളയാത്ത എന്താണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ RCOGയുടെ റെക്കമെൻഡേഷൻ, അതായത് റോയൽ കോളേജ് ഓഫ് ഒബ്സ്റ്റട്രീഷ്യൻ ആൻഡ് ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്ന UK-ലുള്ള ഒരു കൺസെൻസസ് ഉണ്ട്. അതനുസരിച്ചാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതോ അല്ലെങ്കിൽ വേറെ US-ലുള്ള വേറെ ബോഡി ഉണ്ടാവും, അതനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അവരുടെ ഗൈഡ് ലൈൻ വെച്ച്. അക്കോർഡിംഗ് ടു RCOG ഗൈഡ് ലൈൻ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ ട്യൂബ്, രണ്ട് ട്യൂബ് ഉണ്ടല്ലോ, അതിൽ ഒരു ട്യൂബ് ഹെൽത്തി ആണെങ്കിൽ ഈ ട്യൂബിൽ മറ്റേ ട്യൂബിൽ എക്ടോപിക്കുള്ള ട്യൂബ് റിമൂവ് ചെയ്യാം വേണമെങ്കിൽ, ബട്ട് with the help with the consensus of the patient. പേഷ്യൻ്റെ അടുത്ത് ഈ റിപ്പീറ്റ് എക്ടോപിക് വരുന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ചെയ്തിട്ട് if the patient wants to not to take any risk, we can remove that tube and ഒരു ട്യൂബ് വെച്ച് തന്നെ പ്രഗ്നൻസി സാധ്യതയാണ്. അങ്ങനെ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഇപ്പോൾ ഒരു ട്യൂബ് നമ്മൾ എടുത്ത് കളയാണെങ്കിൽ പിന്നെ വാട്ട് ആർ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് എക്ടോപിക് becoming ആ ഒരു പ്രഗ്നൻസി എക്ടോപിക് ആകാനുള്ള സാധ്യത എത്രമാത്രമാണ് പിന്നുള്ളത്? ഡിപ്പെൻസ് ഓൺ ദ കോസ് ഓഫ് എക്ടോപിക്. എന്തുകൊണ്ടാണ് എക്ടോപിക് വന്നത്? ഇപ്പോൾ പെൽവിക് ഇൻഫെക്ഷനോ എന്തെങ്കിലും കാരണമാണെങ്കിൽ അത് രണ്ട് ട്യൂബിനെയും ഒരുപോലെ എഫക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ചിലപ്പം എക്ടോപിക് ഇനിയും വന്നുകൂടായികയില്ല. ഒരു ഓൾവേസ് ഒരു ചാൻസ് ഉണ്ട്, ഒരു 10 to 10% ചാൻസസ് ഓഫ് എക്ടോപിക് വന്നുകൂടായികയില്ല. അതൊരു റിസ്ക് ആണ്. എന്ന് വെച്ചാൽ പെൽവിക് ഇൻഫെക്ഷൻ, ഈ എക്ടോപിക്കിന്റെ കാരണങ്ങൾ പല കാരണങ്ങളും പറയുന്നുണ്ട്. പ്രീവിയസ് ഓപ്പറേഷൻസ് കൊണ്ടുള്ള അഡീഷൻസ്,
അല്ലെങ്കിൽ ജന്മന ട്യൂബിൽ എൻ്റെ അകത്ത് ഉള്ള അണ്ടവാഹിനി കുഴലിൻ്റെ സ്ട്രക്ചറിലുള്ള മ്യൂക്കോസൽ ലൈനിങ്ങിലുള്ള ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ ഇത്? ഞാൻ ഷാക്കിറ, ദുബായിൽ. ഷാജിറ, മീഡിയത്തിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ. താങ്ക് യു. എനിക്ക് 2 തവണ അബോർഷൻ സംഭവിച്ചാണ്. 2 തവണ അബോർഷൻ സംഭവിച്ചിട്ടുണ്ട്. PCOD-ന്റെ ഫസ്റ്റ് ചെറിയ സിംറ്റംസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. തൈറോയിഡ് നോർമൽ ആണ്, ബട്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ അബോർഷൻ സംഭവിച്ചാൽ വീണ്ടും പ്രഗ്നന്റ് ആവാന് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ? പോളിസിസ്റ്റിക് ഓവറിയുടെ ഹോർമോൺ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ താഹിര? ടെസ്റ്റ് ഒക്കെ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് മെറ്റ്ഫോർമിൻ കഴിക്കുന്നുണ്ട്. അപ്പൊ മെറ്റ്ഫോർമിൻ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ തൈറോയിഡ് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡിഫോമിറ്റി, എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ കാണും, അതുകൊണ്ടായിരിക്കും ഡോക്ടർ തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അത് രണ്ടും കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് എന്തായാലും പ്രഗ്നൻസി നമ്മളിപ്പം ചെയ്യുമ്പം എന്തായാലും പ്രഗ്നൻസിക്ക് വേണ്ടിയല്ലേ നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യൂ. എന്തായാലും എന്തെങ്കിലും ഒരു ചേഞ്ച് ഇല്ലാതെ ഡോക്ടർ തന്നു കാണില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് കാണും തൈറോയിഡില്. വീണ്ടും പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാ, തടി കുറവാണോ? എങ്ങനെയാണ്? ഒരു മീഡിയം ലെവൽ ആണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്തെങ്കിലും അറിയാമോ? എത്രയാണെന്നോ എന്തെങ്കിലും അറിയാമോ? ബോഡി മാസ് ഇൻഡെക്സ് 25. അപ്പം വലിയ കുഴപ്പമില്ല. തടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ കുറച്ച് വെയിറ്റ് ലോസ്, ഈവൻ 5 to 10% വെയിറ്റ് കുറയുകയാണെങ്കിൽ തന്നെയും നമുക്ക് നല്ല ഒരു പ്രോഗ്നോസിസ് ബെറ്റർ ആവും. അപ്പൊ ഇപ്പം തടി അത്ര കുറവില്ലാത്ത കാരണം ഈ മരുന്നുകളൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഒരു 60 to 70% ചാൻസ് ഓഫ് ഹാവിങ് നോർമൽ പ്രഗ്നൻസി. ഒന്നും കൊണ്ട് പേടിക്കണ്ട. മോർ ദാൻ 3 times ഇങ്ങനെ അബോർഷൻ ഉണ്ടാവുകയാണെങ്കിൽ വേറെ കൂടുതലായിട്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ഇൻഫെക്ഷൻ ഒക്കെ ഉള്ള നോർമൽ ആയിട്ടാണ് പ്രഗ്നൻസി വരുന്നത്. അപ്പൊ ഈ വേറെ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, IVF അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും? ഇപ്പം അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ 2 പ്രാവശ്യം മിസ്കാരേജ് അബോർഷൻ ആയിട്ടുള്ളത്. അപ്പം അതിന് ഇതൊന്നും ഇൻഡിക്കേറ്റഡ് അല്ല. നന്നായിട്ട് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു ഷാജിറ. ഡോക്ടർ, അപ്പം എക്ടോപിക് പ്രഗ്നൻസി വരാനുള്ള കാരണങ്ങളാണ് ഡോക്ടറിന് ചിലപ്പം പ്രീവിയസ് ഓപ്പറേഷൻ കൊണ്ട് അഡീഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ കാരണങ്ങളാണ് ഡോക്ടർ? പിന്നെ ട്യൂബിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടവാഹിനി കുഴലിൽ ബൈ ബർത്ത് തന്നെ എന്തെങ്കിലും അബ്നോമാലിറ്റീസ്, ചെറിയ അബ്നോമാലിറ്റീസ്, ഡിഫെക്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, അപ്പം ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു മീഡിയം ഓഫ് ഓപ്പറേഷൻ എന്താണ്? ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഈ സ്കോപ്പി എന്ന് പറയുന്ന എല്ലാം നോക്കുക, ഇൻസൈഡ് ഒരു ഓർഗനിൽ നോക്കുന്നതിനാണ് സ്കോപ്പി എന്ന് പറയുന്നത്. ഹിസ്ട്രോസ് എന്ന് പറഞ്ഞാൽ യൂട്രസിന്റെ അകത്ത് ഒരു ചെറിയ പെൻസിൽ ലൈക്ക് ക്യാമറ കിടത്തിയിട്ട് താഴെ വജനിൽ കൂടി കിടത്തിയിട്ട് നോക്കുന്ന ചികിത്സാ രീതിക്കാണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ ഡോക്ടർ, അപ്പം യൂട്രസ് റിമൂവൽ ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു, യൂട്രസ് എടുത്ത് മാറ്റേണ്ടത്. അപ്പം ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകളിൽ എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? ഇപ്പം അവർ ചെയ്യേണ്ട എക്സസൈസ് അവർക്ക് ചെയ്യാൻ സാധിക്കും? അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി കഴിഞ്ഞ് എത്ര ദിവസം അവർ കിടക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈവൻ യൂട്രസ് റിമൂവ് ചെയ്യുന്ന വലിയ ഓപ്പറേഷനാണ്. പക്ഷെ ചെറിയ ഹോളിൽ കൂടെ നമ്മൾ ചെയ്യുന്നെന്ന് മാത്രം. പക്ഷെ ഒരു ദിവസം അവർ ഇന്നിപ്പോൾ വരികയാണെങ്കിൽ നാളെ അവർക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ്. 24 hours ആണ് യൂഷ്വലി നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്. പിന്നെ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ സാധാരണ പറയുന്നത് ഒരു 1 week അറ്റ് ഹോം, കുറച്ച് ലോ ആയിട്ട് 1 week അറ്റ് ഹോം നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയും പിന്നെ ഒരു 10 days കഴിയുമ്പോഴത്തേക്കും അവർക്ക് പുറത്തൊക്കെ നടക്കാനൊക്കെ പോകാൻ പറ്റും. ബട്ട് ഹെവി ആയിട്ടുള്ള എക്സസൈസസ് ആൻഡ് ലൈക്ക് അബ്ഡമനൽ എക്സസൈസസ്, സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ബട്ട് യൂഷ്വൽ ആയിട്ടുള്ള നടക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒരു 2 weeks കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ അലോ ചെയ്യാറുണ്ട്. വെയിറ്റ് ലിഫ്റ്റിങ്ങും
ഹെവി ആയിട്ടുള്ള അബ്ഡമിനൽ ആബ്സ് ഒന്നും ചെയ്യരുത്. അങ്ങനെയുള്ള എക്സസൈസ് ഒക്കെ യൂഷ്വലി ഒരു 3 months അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡ്രൈവിംഗ് ഒക്കെ യൂഷ്വലി 1 week കഴിയുമ്പോൾ പേഷ്യൻസ് ഡ്രൈവ് ചെയ്യാറുണ്ട്. ഓൺലി അതിന് ഒരു പ്രത്യേകിച്ച് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളൊന്നും ഇല്ല. നമ്മൾ ബ്രേക്ക് ഇടുമ്പോൾ നമുക്ക് പെയിൻ വരരുത്, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഇത്. നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ നമുക്ക് പെയിൻ വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് 1 week, യൂഷ്വലി 1 week to 10 days പേഷ്യൻസ് ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ട് വളരെ കംഫർട്ടബിളി. ഓക്കെ. അപ്പം ഡോക്ടർ പൊതുവെ ഇപ്പം ഡോക്ടർ അപ്രോച്ച് ചെയ്യുന്നത് കൂടുതലും ലാപ്രോസ്കോപ്പി സർജറീസിനാണോ വരാറ്? ലാപ്രോസ്കോപ്പി കൂടിയാണ് ഞാൻ ബാക്കി ഈ കണ്ടീഷൻസ് ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് ചെയ്യാറില്ല. ലാപ്രോസ്കോപ്പി കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഓൾറൈറ്റ് ഡോക്ടർ. അപ്പം എന്തുകൊണ്ടും എനിക്കൊന്ന് സർജറിക്കാട്ടിലും ലാപ്രോസ്കോപ്പിയാണ് ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ ഓഫ് സർജറി. ഹീലിംഗ് ടൈമും ഡോക്ടർ പറഞ്ഞ പോലെ കുറവാണ്. ഹീലിംഗ് ടൈം വളരെ കുറവാണ്. കോംപ്ലിക്കേഷൻസ് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് കുറവാണ്. ബ്ലഡ് ലോസ് കുറവാണ്. അനസ്തീഷ്യയുടെ ടൈം കുറവാണ്. മീൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ കോസ്മെറ്റിക് ബെനിഫിറ്റ് ഞാൻ പറഞ്ഞ പോലെ സ്കാർ ഒക്കെ വളരെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ചാൽ എല്ലാം മാഗ്നിഫൈ ചെയ്ത്, അതായത് നന്നായിട്ട് വലുതാക്കി കാണിക്കും അകത്തുള്ള എല്ലാ ഓർഗൻസിനെയും. അപ്പം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാനും ചെറിയ ലൈക്ക് ചെറിയ ട്യൂബ്, ചെറിയ ലിംഫ് നോഡ് അങ്ങനത്തെ ഒക്കെ കാണാൻ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് ലാപ്രോസ്കോപ്പി കൂടിയാണ്. റാദർ ദാൻ ഓപ്പൺ ചെയ്ത് നമ്മുടെ കണ്ണുകൾക്ക് കാണുന്നതിനേക്കാളും ലാപ്രോസ്കോപ്പി കൂടെ നോക്കുമ്പോൾ വളരെ മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഓൾറൈറ്റ് ഡോക്ടർ, താങ്ക്സ് എ ലോട്ട്. നമ്മുടെ സമയം ഇവിടെ കഴിയാണ്. വളരെ നന്ദി വന്നതിലും ലാപ്രോസ്കോപ്പിയെ കുറിച്ചൊക്കെ പറഞ്ഞതിലൊക്കെ വളരെ നന്ദി. താങ്ക് യു. ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയം ഞങ്ങൾ എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരിക്കൽ കൂടി നമ്മളുടെ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന അരങ്ങേറ്റം എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ബഡിങ് ടാലൻസിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ ചെയ്യുന്നത്. NTV ലൈവ് സ്റ്റുഡിയോയിൽ വന്ന് നിങ്ങൾക്ക് പെർഫോം ചെയ്യാവുന്നതാണ്. ബി ഡാൻസ്, മ്യൂസിക്, ഇൻസ്ട്രുമെൻറ്റ്സ്. വാട്ട് യു ഹാവ് ടു ഡു ഇസ് ജസ്റ്റ് സെൻഡ് us a mail to ar@ntvua.com or ഞങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം 0653555563. നാളെ വീണ്ടും 2 to 3 നമുക്ക് കാണാം എഴുത്തിലൂടെ. Until then, it's me, Sharon. നന്ദി, നമസ്കാരം.